സ്നാനം, ബാപ്റ്റിസം, അതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. യോഹന്നാൻ സ്നാപകൻ അനേകർക്ക് മാനസാന്തര സ്നാനം കൊടുത്തു. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട് അനേകർ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും അവരുടെ പാപജീവിതത്തെ ഉപേക്ഷിച്ച് ദൈവഭയത്തിലേക്കും ദൈവഭക്തിയിലേക്കും തിരിഞ്ഞു വരികയും ചെയ്തു. എന്നാൽ യേശു കർത്താവും തൻ്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ യോർദാൻ നദിക്കരയിൽ കടന്നു പോവുകയാണ്. ആ കാലത്ത് യെരുശലേം ദേവാലയമുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്. അവിടെ ഒന്നുമല്ല യേശു കർത്താവ് പോകുന്നത്. താൻ യോർദാൻ നദിക്കരയിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ പോവുകയാണ്. യോഹന്നാൻ സ്നാപകൻ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിൽ ആണ് ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്നത്. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നാണ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് തിരുവചനം വെളിപ്പെടുത്തുന്നത്. കർത്താവ് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ പോവുകയാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചില ദിവസങ്ങളെല്ലാം കർത്താവ് അതുവഴി കടന്നു പോകുന്നത് കാണുന്നുണ്ട് ദൂരെ നിന്ന്. ആ കാഴ്ചയിൽ തന്നെ ദൈവാത്മാവിനാലാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മറ്റൊരു മനുഷ്യരെക്കുറിച്ചും യോഹന്നാൻ സ്നാപകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ തൻ്റെ വായിൽ വരുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് താൻ പറയുന്നത്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. എന്നാൽ യേശു യോഹന്നാൻ്റെ അടുക്കൽ വന്നതിന് ശേഷം യേശു തന്നെയും സ്നാനം ആവശ്യപ്പെടുകയാണ്. എനിക്കും സ്നാനം വേണമെന്ന്. യഥാർത്ഥത്തിൽ സ്നാനം സ്വീകരിക്കുന്നത് പാപജീവിതത്തെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമാണ് സ്നാനം സ്വീകരിക്കുന്നത്. മാനസാന്തരപ്പെട്ട് ഒരു പുതിയ തീരുമാനത്തോടുകൂടെ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് സ്നാനം സ്വീകരിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ ജീവിതത്തിൽ പാപമില്ല, താൻ ചെയ്യുന്ന പാപങ്ങളുമില്ല, പകരം താൻ പാരമ്പര്യമായി പിന്തുടരുന്ന പാപങ്ങളുമില്ല. യേശുവിന് ഒരു മനുഷ്യൻ്റെയും പാരമ്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. തന്നിൽ ഉൽപ്പാദിതമായ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ്. പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ആ കുഞ്ഞ് ഉൽപ്പാദിതമായിരിക്കുന്നത്. ആ യേശു എന്ന കുഞ്ഞിൻ്റെ മേൽ മറിയയുടെ ജനറ്റിക്സിനോ അല്ലെങ്കിൽ യോസെഫിൻ്റെ ജനറ്റിക്സിനോ ഒരു തരത്തിലുള്ള ഹെറിഡിറ്ററി ലിങ്കുകളോ ഈ കുഞ്ഞിൻ്റെ മേൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഈ യേശു തൻ്റെ ജീവിതത്തിലും ആത്മാവിൽ വളർന്നു, ജ്ഞാനത്തിൽ വളർന്നു, ദൈവകൃപയിൽ ബലപ്പെട്ടു പോന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ആത്മീക അനുഭവത്തിലാണ് യേശു കർത്താവ് വളർന്നു വരുന്നത്. താൻ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. താൻ ഗർഭപാത്രത്തിലായിരുന്നിട്ട് മറിയെ പോയി യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയായ എലിസബത്തിനോട് വന്ദനം പറയുമ്പോൾ ആ വന്ദനം സ്വരം കേട്ടപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറങ്ങി പിള്ള ഗർഭത്തിൽ തുള്ളി എന്ന് പറയുകയാണ്. അപ്പോൾ അത്രയ്ക്ക് വലിയ ദൈവമഹത്വത്തോടും ദൈവ സാന്നിധ്യത്തോടും കൂടിയാണ് യേശു എന്ന കുഞ്ഞ് ഗർഭാവസ്ഥയിൽ മുതൽ ആയിരിക്കുന്നത്. ഇതേ യേശു കർത്താവ് ജനിച്ചു പുറത്തു വന്നതിന് ശേഷം ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കുട്ടിക്കാലങ്ങളിലെല്ലാം വളരെ ദൈവഭയത്തിൽ ജീവിച്ചു. 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പോയി ആ വേദശാസ്ത്രികളോട് ചേർന്നിരുന്ന് ദൈവവചനങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാഴ്ച പലരെയും അത്ഭുതപ്പെടുത്തി. യേശുവിലുള്ള ജ്ഞാനം കണ്ട് പലരും അതിശയിച്ചു. തൻ്റെ 30-ാമത്തെ വയസ്സിൽ താൻ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ തടയുകയാണ്. ഇല്ല, നീ എനിക്ക് സ്നാനം തരണമെന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, ഇല്ലില്ല, ഇപ്പോൾ സമ്മതിക്കണം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ എന്ന് പറയുകയാണ്. സ്നാനം യേശുവിന് ആവശ്യമില്ല എങ്കിലും, മാനസാന്തരം യേശുവിന് ആവശ്യമില്ല എങ്കിലും, ഒരു വിശുദ്ധീകരണമോ സമർപ്പണമോ യേശുവിന് ആവശ്യമില്ല എങ്കിലും, നമുക്കെല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു തരുവാൻ തക്കവണ്ണം യേശു കർത്താവ് മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ കടന്നു പോകേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളെയും തൻ്റെ ജീവിതത്തിലൂടെ താൻ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം പലരും വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് നാം വരികയാണ് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ. എന്നാൽ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പോൾ വിശ്വസിച്ച് സ്നാനം കൂടെ ഏൽക്കുമ്പോൾ
രക്ഷിക്കപ്പെടുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതൽ പ്രവേശിക്കുകയാണ്. വിശ്വസിച്ചാൽ മാത്രം എന്ത് സംഭവിക്കുന്നു? അവൻ ദൈവ പൈതലായി മാറുകയാണ്. വിശ്വസിച്ച് സ്നാനമെടുക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലായി മാറുകയാണ്. അവൻ്റെ ആത്മീക നിലവാരത്തിലൊരു മാറ്റം ഉണ്ടാവുകയാണ്. സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വ്യക്തിക്ക് ആത്മാവിൽ എന്തെന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ചിന്തിക്കാം. എന്നാൽ യേശു കർത്താവ് യോഹന്നാനാൽ സ്നാനം സ്വീകരിക്കുന്നു. തനിക്ക് പാപങ്ങൾ ഏറ്റുപറയാനില്ല, പാപത്തിൻ്റെ പാരമ്പര്യം യേശുവിലില്ല, തനിക്ക് ഒരു പുതിയ തീരുമാനമെടുക്കുവാനോ സമർപ്പിക്കപ്പെടുവാനോ ഒന്നുമില്ല. പക്ഷേ യോഹന്നാൻ യേശുവിനും സ്നാനം കൊടുക്കുന്നു. വളരെ ഭവ്യതയോടുകൂടെ യോഹന്നാൻ സ്നാനം കൊടുക്കുന്നു. കാരണം യോഹന്നാനും അറിയാം, യേശുവിന് സ്നാനം കൊടുക്കുവാൻ താൻ യോഗ്യനല്ല, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ യോഗ്യനല്ല എന്ന് നേരത്തെ തന്നെ തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിനെക്കുറിച്ച് യോഹന്നാൻ അരുളപ്പാടുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ സ്നാനമെടുത്ത് യേശു യോർദാൻ നദിയിൽ നിന്നും കരയിൽ കയറിയ ഉടനെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. മത്തായി സുവിശേഷം 3-13 മുതൽ 17 വരെയുള്ള വാക്യത്തിലും, മർക്കോസ് 1-9 മുതൽ 11 വരെയുള്ള വാക്യത്തിലും, ലൂക്കോസ് 3-21-22 വാക്യങ്ങളിലും ഒക്കെ ആ സംഭവത്തെ കാണാം. ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നിറങ്ങി ആവസിക്കുന്നു. സ്വർഗം തുറക്കുന്നു. ഒരു ദൈവശബ്ദമുണ്ടാവുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ദൈവശബ്ദമുണ്ടാവുകയാണ്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ തന്നെയും സാക്ഷിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:32 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ യോഹന്നാൻ തന്നെയും സാക്ഷിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആ ആത്മാവ് അവൻ്റെ മേൽ വന്ന് വസിച്ചു. Okay, I myself did not know him, but the one who sent me to baptize with water told me. Okay, എനിക്ക് തന്നെയും അവനെ തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ എന്നെ സ്നാനമെടുക്കുവാൻ പറഞ്ഞവൻ എന്നോട് പറഞ്ഞിരുന്നു, ആരുടെ മേൽ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നുവോ അവനാണ് ആ രക്ഷകനെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞിരുന്നുവെന്ന് യോഹന്നാൻ യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും സ്നാനം സ്വീകരിക്കുമ്പോൾ നമുക്കായി സ്വർഗം തുറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയേൽക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവുകയാണ്. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവശ്വാസം അവരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഫലമായിട്ടാണ് അവർ പാപത്താൽ മരണപ്പെട്ടു പോയത്. എന്നാൽ അതേ നഷ്ടപ്പെട്ടു പോയ ജീവശ്വാസത്തെ തിരികെ തരുന്ന ഒരു അനുഭവമാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. വിശ്വസിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങുന്നു, നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെക്കുന്നു, നമ്മെ ദൈവത്തിന് സ്വന്തമാക്കി മാറ്റുകയാണ്. യേശുവിൽ തന്നെയും ആ ഒരു കാര്യം നമുക്ക് കാണുവാനായി സാധിക്കുകയാണ്. യേശു ക്രിസ്തു പോലും തുടർന്ന് ആ സ്നാനത്തെ അധികാരപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് പല സന്ദർഭങ്ങളിൽ കാണാം. ഒന്ന്, മത്തായി സുവിശേഷം 28-18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാണ്ടക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവേൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് കർത്താവ് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം അവിടെ തന്നെയും സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെ കർത്താവ് എടുത്ത് പറയുകയാണ്. വിശ്വസിക്കുന്നവരെ, വചനം കൈക്കൊള്ളുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാണ്ടാക്കണം. ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ അടുക്കൽ പോയി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷിക്തൻ്റെ അടുക്കൽ പോയി, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രത്തിൻ്റെ അടുക്കൽ പോയി വേണം നാം സ്നാനം സ്വീകരിപ്പാൻ. ആരുടെയെങ്കിലും അടുത്ത് പോയി സ്നാനം സ്വീകരിക്കുവാൻ പാടില്ല. യേശു സ്നാനം സ്വീകരിപ്പാൻ ആ ദൈവാലയത്തിലെ പുരോഹിതന്മാരുടെ അടുക്കൽ പോയില്ല. യേശു സ്നാനം സ്വീകരിപ്പാൻ വന്നത് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് കൽപ്പിച്ചതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവിടെ മാനസാന്തരം വേണം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം, ലോകത്തിന് നാം മരിക്കുകയും ക്രിസ്തുവിൽ നാം
ജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് സ്നാനത്തിലൂടെ നാം പ്രവേശിക്കുകയാണ്. സ്നാനം നമ്മുടെ ആത്മീകമായ ഒരു ഐഡൻറ്റിറ്റിയെ മാറ്റുകയാണ്. ഒരു പുതിയ ജീവിതത്തെ നമുക്ക് ആരംഭിച്ചു തരികയാണ്. ഒരു പുതിയ ആരംഭത്തെ നമുക്ക് തരികയാണ്. ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്കാണ് സ്നാനം നമ്മെ നടത്തുന്നത്. തുടർന്നും സ്നാനത്തിൻ്റെതായ അധികമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. യേശു കർത്താവ് പോലും സ്നാനം സ്വീകരിച്ചുവെങ്കിൽ അത് നമുക്കുള്ള ഒരു മാതൃകയായി കർത്താവ് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു സ്നാനം കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ കൈകളിൽ നിന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ ആരംഭം ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.